മഴയത്ത് തുടങ്ങിയല്ലോ. പുലി കരടിയൊക്കെ എന്റെ മോനെ യോ ഗായ്സ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രാക്കും സ്പോർട്സ് മോഡൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്, ബെറ്റർ പെർഫോമൻസും ആയിട്ടുണ്ട്. സൗണ്ട് ഇപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പാണ് പോകുന്നത്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ട്രയംഫ് ഉണ്ട്, ഹിമാലയ, വീസ്റ്റോം, വാൽപ്പാറയിലേക്ക് പോയിക്കൊടുക്കാം. കോഴിക്കോട്ട് വാൽപ്പാറ. പെർഫോമൻസ് ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വണ്ടി. ഇതെന്റെ പഴയ ക്യാമറയാണ്. വേറൊരു ആംഗിൾ കിട്ടാൻ വേണ്ടിട്ട് ആഡ് ചെയ്താ. GoPro ഒന്നല്ല, എന്നാല് രസം. സാധനം ഇപ്പൊ കിടിലായിട്ടുണ്ട് കേട്ടോ വണ്ടി. സൗണ്ടും ചില വ്യത്യാസങ്ങളുണ്ട്, പെട്ടെന്ന് കേറും ചെയ്യും. കൺട്രോള് ഒരു ഏലാക്കാം, ഏലാക്കി ഇങ്ങനെ പോകും. അടിപൊളി സാധനം. സിറ്റിംഗ് പൊസിഷൻ ഒന്ന് യൂസ്ഡ് ആയി വരുന്നുള്ളൂ. അത് സ്പോർട്സ് വണ്ടിക്കെല്ലാം യൂസ്ഡ് ആയി വരണം സംഭവം. സിറ്റിംഗ് പൊസിഷൻ ലെഗ് കൊണ്ട് ഹഗ് ചെയ്യുക ടാങ്ക് മാക്സിമം. ലോവർ ബോഡി മാക്സിമം വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇത് ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിയർ ചെയ്താൽ അങ്ങനെ പൊസിഷൻ റെഡി ആക്കിയാൽ എന്തായാലും നമുക്ക് മറ്റേ കംഫർട്ടും കാര്യങ്ങളൊക്കെ റെഡി ആവും. ആണ് സംഭവം. ഏതാ അടിപൊളി. ഇങ്ങനെ പോവാ. എമ്പലാക്കിയാല് ഉണ്ടോ ക്രൂസ് കൺട്രോൾ. വണ്ടി ഇങ്ങനെ പോകും ഓട്ടോമാറ്റിക്. ടൂറിങ്ങിന് ഇപ്പോ ബെസ്റ്റ്. ഞാൻ എന്റെ ഫസ്റ്റ് ട്രിപ്പാണിത്. ബസ് സർവീസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പാണ് എന്റെ. ക്രൂസ് കൺട്രോൾ വെച്ചിട്ട് എന്താ പോക്കുന്നത് എംപയർ പോയിട്ട് സ്മൂത്ത്. പിന്നെ സർവീസ് കോസ്റ്റ് എത്ര ആയി എന്ന് പറഞ്ഞാല് എനിക്ക് 2223 rupees എക്സാക്ട്ലി ആയിട്ടുണ്ട് ഫസ്റ്റ് സർവീസ് കോസ്റ്റ്. ഫ്രീ സർവീസ് ആണ് ഫസ്റ്റ് സർവീസ്. അത് ലൂബ് കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു 350 rupees കൂടി കൂടി വരും. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ തന്നെ ചെയ്യല. അപ്പോൾ ഞാൻ ലൂബ് കട്ട് ചെയ്ത് ചെയിൻ ലൂബിങ്. അപ്പോൾ എനിക്ക് എക്സാക്ട് വന്നത് 2223. കോസ്റ്റ് കുറവാണ്, വലിയ അത്ര മാത്രം കോസ്റ്റ് ഉള്ള സർവീസ് കോസ്റ്റ് അല്ല. ക്യാമറ ഉണ്ടല്ലോ സുഖമായിട്ട് ക്രൂസ് കൺട്രോൾ ആയിട്ട് പോകുന്നുണ്ടോ. എഫോർട്ട്ലെസ്. സർവീസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്മൂത്തർ ആയിട്ടുണ്ട്. സൗണ്ട് ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ അപ്പൊ സ്പോർട്സ് മോഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് മോഡും ഉണ്ട്, മറ്റേ ട്രാക്ക് മോഡും അൺലോക്ക് ആയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല പെർഫോമൻസും കിട്ടും. ഗൈസ്, ഈ വീഡിയോയിൽ കാണാം ഞാൻ ക്യാമറ മറ്റേ ഫ്രണ്ടിൽ വെച്ചു. കാരണം കഴുത്ത് നല്ല പെയിൻ വരാൻ തുടങ്ങി. കാരണം ക്യാമറയുടെ വെയിറ്റ് കൂടി ആയപ്പോഴേ ഓൾറെഡി ഹെൽമെറ്റിന് 1650 grams ഉണ്ട്. എന്തായാലും ഹെവി വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല സ്പോർട്സ് വണ്ടിക്ക്. നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോളൊക്കെ കണ്ട് ഇനി ജസ്റ്റ് ആ വഴി കൂടി ഇങ്ങനെ
മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റൂട്ടാണിത്. നമുക്കൊരു ചെറിയ പണിയും കിട്ടി അതിൻ്റെ ഇടയിൽ. നമ്മുടെ ഷൈദാട്ടിൻ്റെ വണ്ടി ഇടക്ക് പഞ്ചറായി. ചെറിയൊരു സ്ക്രൂ കയറിയിട്ട് പണി കിട്ടിയിട്ടുണ്ട്. മറ്റേ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇൻഫോം ചെയ്യാൻ വേണ്ടി പോയി. അതായത് പഞ്ചർ ഒട്ടിക്കുന്ന ആളെ കിട്ടും. അതിൻ്റെ ഇടയിൽ മഴയും കിട്ടി. എല്ലാം കൂടി ഒരു നല്ലൊരു പണി കിട്ടി. അവസാനം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പഞ്ചർ റിപ്പയർ ചെയ്യുന്ന ആള് വന്ന് കുറേ സമയം കാട്ടിൽ തന്നെ സ്പെൻഡായി. അതിൻ്റെ അപ്പുറത്ത് ആനയും. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ അപ്പുറത്ത് ആന ഉണ്ടായിരുന്നു. പഞ്ചറൊക്കെ റിപ്പയർ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാ. ഗ്ലൗവൊക്കെ അന്വേഷിച്ചാ പഞ്ചറൊക്കെ റെഡിയാക്കി നമ്മൾ ഇറങ്ങി. നല്ല മഴ പെയ്തിപ്പോ മഴ കുറഞ്ഞ്. നേരത്തെ എനിക്ക് ഹെൽമെറ്റില് മറ്റേ ക്യാമറ ഫിറ്റ് ചെയ്ത് ഞാൻ ഒഴിവാക്കിയതാ. മറ്റേ ലീൻ ഫോർവേഡ് ആയതുകൊണ്ട് വെയിറ്റ് ഫുള്ള് കഴുത്തിലായിരുന്നു. ഹെൽമെറ്റ് മറ്റേ കുറച്ച് വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് വേണം. 6 ഒരു ആക്സോറിലെ എപെക്സ് മോഡലായതുകൊണ്ട് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അതാ ഞാൻ ഇവിടെ നേരത്തെ ക്യാമറ ഇവിടെ വെച്ചത്. എനിവേ ലെറ്റ്സ് ഗോ മാൻ. ലേറ്റ് ആയി, ഓൾറെഡി 4:52 ആയി. 2-3 മണിക്കൂർ അങ്ങനെ പോയി സമയം. പിന്നെ നല്ല മൈലേജ് ആണ് എനിക്ക് കിട്ടുന്നത്. ട്രിപ്പീറ്റർ എടുത്ത് നോക്കിയാല് 35 കിട്ടുന്നുണ്ട് മൈലേജ്. അപ്പോൾ ലോങ് ടൂറിംഗ് ഒക്കെ പോകുമ്പോൾ എന്തായാലും നല്ല മൈലേജ് നമ്മൾ കിട്ടും. ഇപ്പോൾ ഓൾറെഡി 218 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇൻഫോർമേഷൻ ഒക്കെ അടിപൊളി ഇൻഫോർമേഷൻ, എല്ലാ ഇൻഫോർമേഷൻ ഇത് കാണിക്കും നമ്മളെ ഡിസ്പ്ലേയിൽ. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെ. പിന്നെ സ്പോർട്ട് മോഡ് അടിപൊളി മോഡാട്ടോ. പെട്ടെന്ന് RPM കയറും കേട്ടോ. പവർ ഒരു ചെറിയ രീതിയിൽ ഫീൽ ചെയ്യും നമുക്ക് മറ്റേ ഏർബൻ മോഡിനെ കാട്ടി. ഏതാ റോഡ് നോക്ക്. ഏതാ റോഡ്? കാട്ടിനുള്ളില് വളവും നല്ല റോഡ് കിട്ടോ. എന്താ വ്യൂ അല്ലേ, പൊളി. റോഡ് ചെറുങ്ങനെ മോശമാണ്, പക്ഷെ എന്നാലും പ്രോബ്ലം അല്ലാണ്ട് വണ്ടി പോകുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളൊക്കെ അല്ലേ. ഏതാ വ്യൂ അല്ലേ, പൊളി. ചെക്ക് പോസ്റ്റ് എത്തിന്ന് തോന്നുന്നു. ഓക്കെ, നേരത്തെ പഞ്ചർ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. ചെക്ക് പോസ്റ്റ് കിടക്കാൻ ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് ഓഫീസറാണ് ഹെൽപ്പ് ചെയ്തത് നമ്മൾ മറ്റേ പഞ്ചർ റെഡിയാക്കാൻ. ഓക്കെ, വി ആർ ഗോയിങ്.
continuing the journey. Let's go. 25 കിലോമീറ്റർ കൂടി വാൽപ്പാറയിലേക്ക് ബസ്സൊക്കെ കൂടി കിടക്കുന്നത്. ഓക്കെ, ഊട്ടി 13 ഒക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ വാൽപ്പാറ, ലെറ്റ്സ് ഗോ മാൻ. മറ്റേ മൃഗങ്ങളൊക്കെ, പുലി, കരടിയൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലം. ഒരുമിച്ച് പോവാനാണ് അവര് പറഞ്ഞത്. പിന്നെ 7 മണിയായി, ലേറ്റായി. ബൈക്കിലുമാണ്. ഫുള്ള് ഇരുട്ടാണ്. നമ്മളിങ്ങനെ പോവാ. രസമുണ്ട് കേട്ടോ, നല്ല റോഡ്, അടിപൊളി റോഡ്. Animals crossing zone go slow. ഹെഡ്ലൈറ്റ് നല്ല ഹെഡ്ലൈറ്റ് ആട്ടോ. കാണുന്നുണ്ടോ അറിയില്ല വീഡിയോയില്, പക്ഷെ പാസും കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ വാൽപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പൊള്ളാച്ചി വഴി കോഴിക്കോടിൽ പോകാനാണ് പ്ലാൻ. ഓക്കെ, നാളെ കാണാം. ഉറക്കം റെഡിയില്ല. 4-5 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. ചായ കുടിക്കാം. ചായ കുടിച്ചിട്ടൊന്ന് ഇറങ്ങും. Let's go. ഫുള്ള് കുറച്ച് പറ്റുന്ന അത്ര പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഫുള്ള് 270 കാണിക്കുന്നുണ്ട്. നോക്കാം. ഗായ്സ്, നമ്മൾ ഇറങ്ങി. ഓൺ ദ വേ ടു പൊള്ളാച്ചി. പൊള്ളാച്ചി വരെ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോകും. പൊള്ളാച്ചി, പെരിന്തൽമണ്ണ, കോഴിക്കോട്. സത്യം ഒരു വാൽപ്പാറ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഊട്ടി വൈബാണ്. ഒരു ചെറിയ ടൗൺ ആണ്. വിശേഷം വേറെ വലിയ കാണാനൊന്നും ഇല്ല. നല്ലൊരു ക്ലൈമറ്റ്, തണുപ്പ് ക്ലൈമറ്റ്, അല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല. അടിപൊളി റൈഡ് ആയിരുന്നു. പക്ഷെ
RR അല്ല, RR അല്ല. സ്പോർട്സ് വണ്ടി എടുക്കുമ്പോ എന്തായാലും സ്പോർട്സ് വണ്ടി ഓടിക്കുമ്പോഴേ നമ്മള് ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ് എപ്പോഴും ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. കാരണം എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, കഴുത്ത് പണിയായി. ഇന്നലൊക്കെ കഴുത്ത് എൻ്റെ അമ്മോ. ഈ ആക്സ്വാർ എന്ന് പറഞ്ഞാൽ 1600 ഗ്രാമാ വെയിറ്റ്. ഏ 1 കിലോ 600 ഗ്രാം ഉണ്ട്. എന്തായാലും വെയിറ്റ് പറഞ്ഞ ഹെൽമെറ്റ് എടുക്കണം എന്തായാലും. പിന്നെ ക്യാമറ ചെറിയ വെയിറ്റ് ഉണ്ട്. ക്യാമറന്റെ കേസ് ഞാൻ ഊരി. DJI മാത്രം ബോഡി മാത്രം, ക്യാമറ മാത്രമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ വെയിറ്റ് അതിനുണ്ടാവുമല്ലോ, മറ്റേ മെറ്റൽ കേജ്. നല്ല വ്യൂ അല്ലേ അത്. അപ്പൊ അവിടെ ഫുള്ള് വാൽപ്പാറയിൽ എപ്പോഴും പുലിയും ഇതൊക്കെ എപ്പോഴും ഇറങ്ങുന്ന പോലും. ഇന്നലെ നമ്മളാരും കണ്ടില്ല. ഇന്നലെ ഒരു മാന കണ്ട്, ഞാൻ കണ്ടില്ല, ഒരു കണ്ട്. പെട്ടെന്ന് പോവുകയും ചെയ്ത്, വീഡിയോ എടുക്കാനും പറ്റില്ല. അവിടെ എപ്പോഴും കരടി പുലി ഇറങ്ങുന്ന സ്ഥലം അത്. 7:30 പൊള്ളാച്ചൊക്കെ നല്ല വെയിലായിരിക്കും. ഇപ്പൊ നല്ല തണുപ്പാ, അടിപൊളി. 19 ഡിഗ്രി അവിടെ, 19 തണുപ്പാ. ഏതാ വ്യൂ, പൊളി. നാപ്പത്തിരണ്ട് എയർപിൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് തിരിച്ചു പോകുമ്പോൾ. അടുത്ത ദിവസം IBWക്ക് മോട്ടോർ പോകണം, ഗോവയിലേക്ക്. ഒന്ന് റെഡി ആവണം. ഒന്നാമത് പൊസിഷൻ മാറിയാലേ, പൊസിഷൻ തെറ്റിയാല് ബാക്ക്, ലോവർ ബാക്ക് എന്തായാലും വേണം. പിന്നെ വൃസ്റ്റ് പെയിന്. നമ്മള് പ്രഷർ എപ്പോഴും കൊടുക്കരുത്. നമ്മള് പ്രഷർ കാലിന് എപ്പോഴും കൊടുക്കണം. നമ്മള് സ്പോർട്സ് വണ്ടി ഓടിക്കുമ്പോ എപ്പോഴും കാലില് ഹഗ് ചെയ്യണം, കാല് വെച്ചിട്ട്. പക്ഷെ ഇടക്ക് നമ്മള് വിട്ടുപോകും അത് എന്തായാലും. റെഡിയാക്കി എടുക്കണം. വിട്ടു പോകുന്നതുകൊണ്ടാണ് ഈ മറ്റേ ലോവർ ബാക്കും കൈന്റെ പാം പെയിനും ഒക്കെ വരുന്നത്, സ്ട്രെയിൻ വരുന്നത്. പിന്നെ ബാക്ക് വളയ്ക്കാണ്ട് വെക്കുക എപ്പോഴും. ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. സ്പൈനില് പണി വരുമ്പോഴാണ് വരുന്നത്. ബാക്ക് സ്ട്രെയിറ്റ്. പീക്കോക്ക് ഉണ്ടല്ലോ. ആ, എന്താ അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. ഏതാ റോഡ് നോക്ക് ദൂരം. ഏതാ റോഡ്. റൊട്ടി കടായി, റൊട്ടിക്കടായി. അതോ റൊട്ടിക്കടായി. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് സൈഡിൽ നിർത്തിട്ട്, കാറ്റൊക്കെ അടിച്ച്. എന്റെ വണ്ടിക്കല്ല, മറ്റേ ഓരോ വണ്ടിക്ക് കുറച്ച് മുമ്പോട്ടും പോയി. പിക്കപ്പ് ചെയ്യണോ വരെ. നല്ല നല്ല റോഡ് കേട്ടോ. ഗ്രിപ്പ് നല്ല വണ്ടി, നല്ല ഗ്രിപ്പ്. നല്ല ഗ്രിപ്പ് ഉണ്ട് റോഡിന്, ടയറിന്. റോഡ് ഫൈന് പ്രത്യേകത തോന്നും. പൊളി. ഓക്കെ, പൊള്ളാച്ചി 55 കിലോമീറ്റർ, 40 ഹെയർ പിൻ ബിൻഡ്.
മഴ പെയ്യാൻ പോകുന്നുണ്ടോ? ക്ലൗഡും ചെറിയ ചെറിയ ഹെയർ പിൻമെന്റ് ആയിരിക്കും. ഒരു 40ഒക്കെ ഒരു ഹെയർ പിൻമെന്റ്, ചെറിയ ചെറിയ ഹെയർ പിൻമെന്റ്സ് ആണ്. അടിപൊളി പോലെ ഫോൺ. ഏ ഏതാ പോലെ ഫോഗ്. ഫുൾ ഫോഗ്. എന്റെ മോനെ, പൊളി വേവ്. എടാ ഒന്നും കാണുന്നില്ലടാ. എന്റെ മോനെ, ഏതാ ഫോഗ്. ഓ, പുതിയ RC. തണുപ്പടിക്കുന്നുണ്ട് ചെറുങ്ങനെ. ഫോഗ് നല്ല ക്ലിയർ ആയി. പൊള്ളാച്ചി 36 കിലോമീറ്റർ. ലോംസ് വ്യൂ ഹെയർ പിൻ ബെൻഡ്. നമ്മൾ മേലെ കണ്ട് ക്ലോസ് ആയിട്ട് പോയി. പൊള്ളാച്ചി 25 കിലോമീറ്റർ. ആ, ഞാൻ ഒന്നും കഴിച്ചില്ല. മറ്റേ കട്ടൻ ചായ കുടിച്ച്.
ഹൈഡ്രേഷൻ പാക്ക് ഒക്കെ ഫുള്ളാക്കിയിട്ടുണ്ട് കണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി. ഇനി ഫുൾ സ്ട്രൈറ്റ് റോഡാ തോന്നുന്നു. സ്ട്രേറ്റ് റോഡാണ്, നല്ല പറപ്പിച്ച് പോവാ. ഫ്രീ സ്ട്രൈറ്റ് റോഡ്. തമിഴ്നാട്ടില് കൂടുതൽ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ മറ്റേ TVS ഹെവി ഡ്യൂട്ടി എത്ര എണ്ണം കണ്ടറിയോ തമിഴ്നാട് കയറിയപ്പോ? കൊറേ ഉണ്ട്. മറ്റേ നമ്മുടെ നാട്ടില് മറ്റേ സ്പ്ലെൻഡറൊക്കെ കാണുന്നവര് ഹെവി ഡ്യൂട്ടി സാധനം അവിടെ ഭയങ്കര കോമൺ. പട്ടി പൊള്ളാച്ചി എത്താനായി ഒരു 7 കിലോമീറ്റർ കൂടെ അതിന്റെ പൊള്ളാച്ചി എത്തും. ഇവിടുത്തെ റോഡ് അടിപൊളി കേട്ടോ, നല്ല സ്ട്രെയിറ്റ് റോഡാണ്. എല്ലായിടത്തും മറ്റേ XL100 മോഡല്. പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. ഇനി പാലക്കാടിലേക്ക് 47 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ചൂട് കൂടുന്നുണ്ട്. 11:15 സമയം. വെയിൽ നല്ല കൂടിയുണ്ട്. അവന്റെ പൊസിഷനും ഇപ്പൊ റെഡി ആയിപ്പോ ബെറ്റർ ആയിട്ട് കംഫർട്ടൊക്കെ. ഹെൽമെറ്റ് മാത്രം വെയിറ്റ് കൂടുതലായതുകൊണ്ട് കഴുത്ത് പണിയുണ്ട്. വേറെ ഒരു കംപ്ലൈൻസ് ആയിട്ട് കണ്ടില്ല. ഗൈസ്, ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. മറ്റേ പഴയ റിവ്യൂ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് മേലെ ഇട്ടുതരാം. ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഒന്നുമില്ല, സ്ട്രൈറ്റ് റോഡ് വീട്ടിലെത്തുന്നവരെ വെറുതെ വ്ളോഗ് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ബൈ ബൈ. വെൽക്കം ടു കേരള. എൻ്റെ മോനെ സ്പീഡ് ക്യാമറ കൊണ്ട്